കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് ജൂലൈ 5-ാം തീയതിയാണ്. ഈ ദിവസത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ പ്രേക്ഷകർക്കും ശുഭദിന ആശംസകൾ നമ്മൾ നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ആവർത്തന പുസ്തകം 29-ാം അധ്യായമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ പറയുന്ന അധ്യായം നിങ്ങൾ വായിക്കണം. നാളെ നമ്മൾ ദൈവം അനുവദിച്ചാൽ ആവർത്തന പുസ്തകം അടുത്ത അധ്യായമാണ്, 30-ാം അധ്യായമാണ് എടുക്കുന്നത്. അപ്പോൾ നാളത്തെ മെസ്സേജ് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഈ 30-ാം അധ്യായം വായിച്ചിരുന്നാൽ നിങ്ങൾക്കത് കൂടുതൽ അനുഗ്രഹമായി തീരും. അതുകൊണ്ട് ഈ പറയപ്പെടുന്നതായിരിക്കുന്ന അധ്യായങ്ങൾ ശ്രദ്ധയോടെ വായിക്കുവാനായിട്ട് നിങ്ങൾക്ക് സമയവും സാവകാശവും ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അല്ലെങ്കിൽ സമയം എടുത്ത് വായിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കും. കരുണയുള്ള ദൈവം തൻ്റെ ജനം സത്യം ഗ്രഹിക്കേണ്ടതിനായിട്ടാണ് തിരുവചനം എഴുതി നൽകിയിട്ടുള്ളത്. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളടങ്ങിയ വചനം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തെക്കുറിച്ച്, നമ്മെക്കുറിച്ച് തന്നെ, സ്വർഗത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് നാം ദൈവിക സത്യങ്ങൾ ഗ്രഹിക്കുവാനാണ്. അതിനുവേണ്ടിയാണ് യാതൊരു മനുഷ്യനും സ്വയം കണ്ടെത്തുവാൻ കഴിയാത്ത സത്യങ്ങൾ ദൈവം തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം നൽകി. നമുക്കറിയാവുന്ന സത്യങ്ങളുണ്ട്, അത് പരിശുദ്ധാത്മാവ് തെറ്റുകൂടാതെ എഴുതുവാൻ സഹായിച്ചു. എന്നാൽ നമുക്കറിയാൻ വയ്യാത്ത സത്യങ്ങളുണ്ട്, അത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തുകയും അത് എഴുതുക എന്ന് ദൈവം പറഞ്ഞു എഴുതിക്കുകയും ചെയ്തു. പഴയ നിയമ പ്രവാചകന്മാരൊക്കെ അങ്ങനെയാണ്. യെശയ്യാ പ്രവചനം, യിരെമ്യാ പ്രവചനം മുതലായ അധ്യായങ്ങൾ വായിക്കുമ്പോൾ എത്ര പ്രാവശ്യമാണ് എഴുതുക എഴുതുക എഴുതുക, നീ കണ്ടത് എഴുതുക, നീ കണ്ടത് ചുരുൾ എഴുതുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ദൈവം വെളിപ്പെടുത്തിയതായിരിക്കുന്ന കാര്യങ്ങൾ എഴുതി എടുത്തതാണ് നമ്മുടെ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. പഴയ നിയമവും പുതിയ നിയമവും അങ്ങനെയാണ്. എബ്രായ ലേഖനത്തിൽ അതേക്കുറിച്ച് പറയുന്ന ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ്. പഴയ നിയമകാലത്ത് പ്രവാചകന്മാർ മുഖാന്തരം കുറേശ്ശെയായിട്ട് ദൈവം 39 പുസ്തകങ്ങളിലായിട്ട് നമ്മൾ എഴുതി തന്നു. എന്നിട്ട് പുതിയ നിയമകാലമായപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മോട് നേരിൽ സംസാരിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ദൈവം ഇതൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാൽ, കരുണയുള്ളവനായ ദൈവം തൻ്റെ ജനം സത്യം ഗ്രഹിക്കണം. അവരെങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ. ഊഹാപോഹങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് തോന്നലുകൾക്കനുസരിച്ച് ജീവിച്ചാൽ പോരാ. പിന്നെയോ യാതൊരു മനുഷ്യനും കണ്ടെത്തുവാൻ കഴിയാത്തതായിരിക്കുന്ന സത്യങ്ങൾ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതിൻ്റെ ഉദ്ദേശം ആ സത്യങ്ങൾ അവർ ഉൾക്കൊണ്ടുകൊണ്ട് അവർ ജീവിക്കണമെന്നുള്ളതാണ്. അതാണ് ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ അവർ ഗ്രഹിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചതായിരിക്കുന്ന സത്യങ്ങൾ ദൈവം തൻ്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും അവരോട് എഴുതുക എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് എഴുതിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഈ വചനം കിട്ടിയത്. അപ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി നൽകിയിട്ടുള്ളതായിരിക്കുന്ന വചനമാണ്. തലമുറയായിട്ട് നമുക്ക് വേണ്ടി നൽകപ്പെട്ട വചനമാണ്. മോശയെ ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യത്തെ ചില 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്. ആ പുസ്തകങ്ങൾ എഴുതുന്നത് മോശയ്ക്ക് വേണ്ടിയല്ല, പിന്നെ വരുവാനുള്ള തലമുറയ്ക്ക് വേണ്ടിയാണ്. പുതിയ നിയമം അങ്ങനെ തന്നെയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന ആളുകളെ ഉപയോഗിച്ച് കർത്താവ് പുതിയ നിയമം എഴുതി. അതെന്തിനാണ് എഴുതിയതെന്ന് ചോദിച്ചാൽ, ഈ സത്യങ്ങൾ നാം ഗ്രഹിക്കണം. ദൈവത്തെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന സത്യങ്ങൾ, നമ്മെപ്പറ്റി തന്നെയുള്ള സത്യങ്ങളൊക്കെ നാം ഗ്രഹിക്കണം എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടിയാണ്, ആഗ്രഹത്തോടു കൂടിയാണ് ദൈവം അത് എഴുതിയത്. എന്നാൽ മറഞ്ഞിരിക്കുന്നതും മനുഷ്യ മനസ്സിന് നിഗൂഢമായതും അനേക സത്യങ്ങളുണ്ട്. ആ സത്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൻ്റെ 29-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ദൈവത്തിലുള്ളവയാണ്, വെളിപ്പെടുത്തിയ സത്യങ്ങൾ നമുക്കുള്ളവയാണ്. ദൈവം എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ല. ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണെങ്കിൽ വെളിപ്പെടുത്താത്ത ഒരുപാട് സത്യങ്ങളുണ്ട്. ദൈവത്തെ സംബന്ധിച്ചും മനുഷ്യനെ സംബന്ധിച്ചും പാപത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിലുള്ള രക്ഷയെക്കുറിച്ചും ഇങ്ങനെയുള്ള എത്ര സത്യങ്ങളാണ് ദൈവത്തിൻ്റെ ദാസന്മാർ മുഖാന്തരം ദൈവം വെളിപ്പെടുത്തിയത്. അപ്പോൾ മറഞ്ഞിരിക്കുന്നതും മനുഷ്യ മനസ്സിന് നിഗൂഢമായതുമായ അനേക സത്യങ്ങൾ ഇനിയുമുണ്ട്, വെളിപ്പെടുത്താത്ത അനേക സത്യങ്ങൾ ഇനിയുമുണ്ട്. ആ സത്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുമോ എന്ന് ചോദിച്ചാൽ, നാം അറിയുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ സത്യങ്ങളും വിശുദ്ധ വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പെടുത്താത്ത സത്യങ്ങൾ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നവയാണ്, അത് നമുക്കുള്ളതല്ലെന്നാണ്. വെളിപ്പെടുത്തിയ സത്യങ്ങൾ നമുക്കുള്ളവയാണ്. അപ്പോൾ മനുഷ്യ മനസ്സിന് മറഞ്ഞിരിക്കുന്നതും നിഗൂഢവുമായ അനേക സത്യങ്ങളുണ്ട്. അവയും അറിയുവാനുള്ള വലിയൊരു ജിജ്ഞാസ നമുക്കറിയാമല്ലോ. ഒരാൾ നമ്മുടെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ പറയാത്ത കാര്യങ്ങൾ കൂടെ കേൾക്കാനുള്ളതായിരിക്കുന്ന ഒരു വലിയ ആഗ്രഹമാണ്. മറ്റുള്ളവർ വല്ലതും പറഞ്ഞോ ഇതേക്കുറിച്ച് നമ്മുടെ ഒരു ആഗ്രഹമാണത്. അപ്പോൾ ഇന്നത്തെ പ്രവാചകന്മാരും അതുപോലെ അന്യമതങ്ങളിലെ ഋഷിമാരും വിശുദ്ധന്മാരും രഹസ്യങ്ങളുടെ കലവറക്കാരാണെന്ന് സ്വയം കരുതുന്നവരാണ്. എന്നാൽ അങ്ങനെയുള്ള രഹസ്യക്കാരെ ഇന്ന് ദൈവം നിയമിച്ചിട്ടുണ്ടോ എന്ന് തിരുവെഴുത്തുകൾ തന്നെ നോക്കി നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്.
അവരെ പലപ്പോഴും പഠിപ്പിക്കുന്നത് എന്താണ്? ഓരോ വിധത്തിലുള്ള തിന്മകളും അബദ്ധങ്ങളുമാണ് പഠിപ്പിക്കുന്നത്. ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത സത്യങ്ങൾ നമ്മുടെ ഭക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ നാം ഗ്രഹിച്ചെടുത്തു എന്ന് പറയുന്നത് വെറും ഭോഷത്വമാണ്. ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ അങ്ങനെ നമുക്ക് എടുക്കാനൊക്കെ ചില ആളുകളെ ട്രാൻസെൻഡൽ മെഡിറ്റേഷൻ എന്നൊക്കെ പറയും. അങ്ങനെയുള്ളതായിരിക്കുന്ന ധ്യാനങ്ങൾ കൊണ്ടൊക്കെ ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ മനസ്സിൽ കടന്നു ചെന്ന് ദൈവത്തിൻ്റെ രഹസ്യങ്ങളെയും നിഗൂഢങ്ങളെയും നമ്മൾ ചോർത്തിയെടുക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ വല്ലതും ദൈവത്തിൻ്റെ നിഗൂഢങ്ങൾ ചോർത്താൻ മനുഷ്യന് കഴിയുമോ? ദൈവത്തിൻ്റെ മനസ്സിലേക്ക് കയറി മോഷ്ടിക്കാൻ മനുഷ്യന് കഴിയുമോ? കഴിയില്ല. അത് വെറും അബദ്ധമാണ് പറയുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്നതായിരിക്കുന്ന ആളുകൾ ഓരോരോ വിധത്തിലുള്ള തിന്മകളും അബദ്ധങ്ങളുമാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതായിരിക്കുന്ന സത്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി. ദൈവം ആദിയിൽ നേരിട്ട് പറഞ്ഞു തുടങ്ങി. ആദാമിനോടും ഹവ്വയോടും ദൈവം നേരിട്ടാണ് പറഞ്ഞത്. അതിനുശേഷം ദൈവം മധ്യസ്ഥന്മാർ മുഖാന്തരം കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി, പ്രവാചകന്മാർ മുഖാന്തരം കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഒരു പ്രോഗ്രസീവ് റെവലേഷൻ, പുരോഗമനാത്മകമായിരിക്കുന്ന വെളിപ്പാടുകളിലൂടെയാണ് ഈ വചനത്തിലെ സത്യങ്ങൾ മുഴുവൻ നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ വെളിപ്പാടുകളിൽ നൽകപ്പെട്ടുള്ളതായിരിക്കുന്ന സത്യങ്ങൾ നാം പഠിക്കുകയും നാം പ്രമാണിക്കുകയും ചെയ്താൽ ദൈവം നമ്മെ തീർച്ചയായിട്ടും ധാരാളം അനുഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത സത്യങ്ങൾ നമ്മുടെ ഭക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒക്കെ നാം ഗ്രഹിച്ചെടുക്കുമെന്ന് പറയുന്നത് വെറും മിഥ്യയാണ്. നമുക്കറിയാമല്ലോ, മന്ത്രം ജപിച്ച ദൈവത്തെ വരുത്തി ദൈവത്തെ സത്യം അറിയാനൊക്കുക, അങ്ങനൊന്നും സത്യം അറിയാനൊക്കുകയില്ല. പക്ഷേ ദൈവം വെളിപ്പെടുത്തി നൽകിയിട്ടുള്ള തിരുവചനം ഗ്രഹിച്ച് അതിലെ സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാം. അതിനുള്ളതായിരിക്കുന്ന ക്രമീകരണമാണ് ചെയ്തത്. ദൈവം പറഞ്ഞു, ഈ വചനം നിങ്ങളുടെ നാവിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകരുതെന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ കട്ടിലക്കാൽമേലും കുറുപടിമേലും എഴുതിയിരിക്കണം, നിങ്ങളുടെ വീടുകളിൽ എഴുതിയിരിക്കണം, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ജീവിതത്തിൻ്റെ വാതിലുകളിൽ എഴുതിയിരിക്കണം. അത് നമ്മൾ അറിയാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ളതാണ്. അതനുസരിച്ച് നമ്മുടെ റെഫറൻഷ്യൽ പോയിൻ്റ് അതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ ഗ്രഹിക്കുവാൻ താല്പര്യമില്ലാതെ വെളിപ്പെടുത്തപ്പെടാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നവർ വളരെ അപകടകാരികളായ ആളുകളാണ്. സാത്താൻ അങ്ങനെ ഒരു പ്രത്യേക തന്ത്രമുണ്ട്. അതായത് ചില രഹസ്യങ്ങൾ അവൻ അറിയാമെന്ന് അവൻ നമ്മെ ധരിപ്പിക്കും. നിങ്ങൾക്കറിയാം ഏത് കാര്യങ്ങളൊക്കെ എനിക്കറിയാം, എനിക്കിഷ്ടമുള്ളവർക്ക് എന്നെ വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ നിങ്ങൾ എന്നെ സേവിച്ചോ, എന്നെ സ്നേഹിച്ചോ, നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാമെന്നാണ്. പക്ഷേ അത് വളരെ അപകടകരമായിരിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ ദൈവത്തെ ചൂഷണം ചെയ്ത് അറിവ് തട്ടിയെടുക്കുവാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ അവർ പിൽക്കാലത്ത് വളരെ അപകടകരമായിരിക്കുന്ന വഴിയിലാണ് ചെന്ന് ചാകാനായിട്ട് പോകുന്നത്. ഇന്ന് ഇവിടെയും ഈ ആപത്ത് ദൃശ്യമാണ്. തങ്ങൾ കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന പലതും വെറും ഭോഷ്കാണ്. ദൈവം വെളിപ്പെടുത്തി എന്നൊക്കെ അവർ പറയും, ദൈവം പ്രത്യക്ഷമായി, ദൈവം എന്നോട് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, എഴുതപ്പെട്ട വിശുദ്ധ ബൈബിളിലെ ആശയങ്ങളോട് യോജിക്കാത്ത ഒരാശയം ഒരാൾ പറഞ്ഞാൽ ദൈവം കൊടുത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. ദൈവം കൊടുത്തതാണെങ്കിൽ ദൈവം സകല ലോകത്തിനും വേണ്ടിയാണ് കൊടുക്കുന്നത്. ഏതെങ്കിലും പ്രത്യേക ഇസ്രയേലിന് കൊടുത്തപ്പോഴും ഇസ്രയേലിനെ കൊണ്ട് അത് എഴുതിച്ച് തന്നതെന്തിനാണ്? എല്ലാ ജനങ്ങളും ഇസ്രയേൽ മക്കൾ ദൈവത്തിനടുക്കലേക്ക് വന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടിയാണ്. അപ്പം നമുക്കും അങ്ങനെ വേണം. വിശുദ്ധ ബൈബിൾ ദൈവത്തിൻ്റെ പൂർണ്ണ വെളിപ്പാടാണ്. അത് വായിച്ച് പഠിച്ച് അനുസരിച്ച് ജീവിക്കുക എന്നതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവാനുഗ്രഹം. അത് നേടുവാനുള്ളതായിരിക്കുന്ന ഏക വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നിത്യവും പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.